ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാമെങ്കിലും ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യണമെന്നുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു പാക്കറ്റ് പുട്ടുപൊടി ആട്ടോ. ഇത് വെള്ള പുട്ടുപൊടിയാണ്. വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ അതെടുത്താലും മതി. ഇതിപ്പോൾ ഒരു കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്, 250 ml കപ്പട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുന്നുണ്ട്. അതൊരു അളവൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ അളന്നൊന്നുമല്ല ഉണ്ടാക്കുന്നത്. എങ്കിലും ഞാനിങ്ങനെ ഒരു രീതിയിൽ എടുക്കുകയാണ്. എത്ര കുറ്റി പുട്ട് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 2 കുറ്റി പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഉപ്പിട്ടതിന് ശേഷം ഞാൻ നനച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പുട്ടുപൊടി നനയ്ക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരുന്നത്. പക്ഷേ 1/2 കപ്പ് വെള്ളമാണ് ഞാനിത് പൊടി നനയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്നോളൂ. പുട്ടുപൊടി നനയ്ക്കുന്നത് തലേദിവസം നനച്ച് നമുക്ക് ഫ്രിഡ്ജിൽ അടച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ, രാവിലെ എടുക്കുകയാണെങ്കിൽ ഡ്രൈ ആയിരിക്കും. അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നനച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പം നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നുണ്ട്. നനച്ചിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ നോക്കണം. ഈ ഒരു പരുവത്തിനാകുമ്പം അത് റെഡി ആയിട്ടെന്നാണ്. ഉണ്ട ഉരുട്ടിയിട്ട് പിന്നെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വേണം. അതാണ് പുട്ടുപൊടിയുടെ ഒരു കണക്ക്. പിന്നെ നമ്മൾ ഇത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും മണിക്ക് വല്ലതും പോവുകയാണെങ്കിൽ ഈ പൊടി ഒന്ന് പൊത്തി വെക്കണം ഒരു സൈഡിലോട്ട്. അല്ലെങ്കിൽ പിന്നെ നനച്ചത് മൊത്തം ഡ്രൈ ആയി പോവും. പിന്നെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടും നമുക്കൊന്നുകൂടെ നനയ്ക്കാം. തേങ്ങ ഇട്ടിട്ട് പുട്ടുപൊടി നനയ്ക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയിൽ ആഡ് ചെയ്യാം. തേങ്ങയുടെ വില കൂടുതലായതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, തേങ്ങയൊക്കെയുള്ളവരാണെങ്കിൽ. ഞാനിപ്പോൾ പുട്ടുപൊടി ഏകദേശം നനച്ചിട്ടുണ്ട്. നനച്ചതിന് ശേഷം ഞാനൊന്ന് സൈഡിലോട്ടാക്കി പൊത്തി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതായത് വെള്ളമൊക്കെ നമുക്കൊന്ന് റെഡി ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് ഒന്നും കൂടി നനയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സൈഡിലോട്ട് പൊത്തി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു പാത്രം എടുത്തിട്ട് ആ സമയത്ത് നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് സ്റ്റൗവിലോട്ട് വെക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പുട്ട് കുറ്റി ഇറക്കി വെക്കുന്നത്. പിന്നെ പുട്ട് കുറ്റി ഇതാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ആദ്യം തേങ്ങ ഇടുന്നു, പിന്നെ നമ്മൾ അരിപ്പൊടി ഇടുന്നു, നനച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇടുന്നു, അതിനുശേഷം തേങ്ങ ഇടുന്നു, വീണ്ടും നമ്മൾ അരിപ്പൊടി ഇടുന്ന ആ ഒരു രീതിയിലാണ് 2 കഷ്ണം പുട്ട് ഉണ്ടാക്കുന്ന. ഈ ഒരു ഇതിൽ 2 കുറ്റി പുട്ടാണ് എനിക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു വേവുന്ന കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചിലർക്ക് ഡൗട്ടായിരിക്കും, പുട്ടെങ്ങനെയാണ് വേവുന്നതെന്നുള്ളത്. അത് ഞാൻ ഒരു കുടം ഉണ്ടല്ലോ, മീൻസ് പുട്ടിൻ്റെ കുടത്തിൽ 1 കുടം വെള്ളമാണ് ഞാൻ വെക്കുന്നത്. 1 കുടമല്ല, ഒരു 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കാണണ്ടോ, ഇത്രയും വെള്ളം വെക്കും. അപ്പോൾ ഇത് തിളച്ച് ചൂടായി കഴിയുമ്പോൾ പുട്ട് കുറ്റി അതിൻ്റെ മുകളിൽ വെക്കും. അതിനുശേഷം ഇതൊരു അരപ്പാത്രമായി കഴിയുമ്പം ഇത് വെന്ത് കാണും. അത് അത്ര ആകുമ്പോഴാണ് ഞാൻ സാധാരണ പുട്ട് കുത്താറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പം 2 കുറ്റി പുട്ടാണ് നമുക്ക് കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.